അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചക്ക, പച്ച ചക്കയും പിന്നെ നമ്മുടെ കപ്പയും വൻപയറും കൂടെ വെച്ചിട്ടുള്ള ഒരു അസ്ത്രം എന്ന് വേണമെങ്കിലും പറയാം, അല്ലെങ്കിൽ പുഴുക്ക്, കൊഴ എന്നൊക്കെ പല പേര് പല സ്ഥലത്ത് അറിയപ്പെടും. അപ്പോൾ ഇന്നതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ നമ്മൾ നമ്മുടെ ചക്കയൊക്കെ റെഡിയാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വൻപയർ നമ്മൾ നമ്മുടെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കപ്പയും നമ്മൾ ചെറുതായിട്ടെല്ലാം നുറുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. നമ്മൾ ഈ 3 സാധനങ്ങളും കുക്കറിൽ വെച്ച് തന്നെയാണ് വേവിക്കുന്നത്. കാരണം പെട്ടെന്ന് ഒന്ന് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. അപ്പം നമ്മൾ വൻപയർ ഉണ്ടല്ലോ, ഏകദേശം ഒരു 3-4 മണിക്കൂർ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്താണ്. അപ്പോൾ അത് വേകാൻ ആവശ്യമുള്ള വെള്ളം നമ്മൾ കുക്കറിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് കുക്കറിൽ വെച്ചിട്ട് ഒരു 3 വിസിൽ അത് മതി. അപ്പോൾ ആ 3 വിസിലോട് കൂടി അത് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം വൻപയർ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പയർ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒരു ചട്ടിയിലേക്ക് മാറ്റി. അപ്പോൾ ഇനി നമുക്ക് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചക്കയാണ് നമുക്ക് ഇനി വേവിച്ചെടുക്കേണ്ടത്. ചക്കയ്ക്ക് അധികം വെള്ളം ഒഴിച്ചിട്ടില്ല, അല്ലാതെ തന്നെയാണ് നമ്മൾ വേവിക്കുന്നത്. കാരണം ഇത് ഒത്തിരി അങ്ങ് വെള്ളം ആയിപ്പോ, അത് കാരണം ഇത്രയും മാത്രമാണ് നമ്മൾ വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ ചേർന്നിട്ടുള്ളൂ. അപ്പോൾ ഇനി അതും കൂടെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ കുക്കറിലാകുമ്പോഴത്തേക്ക് നമുക്ക് എളുപ്പം വെന്ത് 2 വിസിൽ മതി. അപ്പോൾ നമ്മുടെ ചക്ക നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ പയറിൻ്റെ കൂടെ തന്നെ അതും കൂടി ഇട്ട് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കപ്പ വേവിച്ചെടുക്കണം. കപ്പ വേവിക്കുമ്പോൾ ഊറ്റാനും കൂടെ ഉള്ള വെള്ളം ഇട്ട് വേണം കപ്പ. സ്വല്പം കൂടുതൽ വെള്ളം വേണം. നമ്മൾ മറ്റേനെടുത്തതിനേക്കാൾ അല്പം കൂടുതൽ വേകാനും മാത്രം എടുത്താൽ മതി, കപ്പയ്ക്ക് മാത്രം കൂടുതൽ വെള്ളം എടുക്കുക. അപ്പോൾ അതും നമുക്ക് കുക്കറിൽ തന്നെ വെന്തെടുക്കാം. അപ്പോൾ 3 സാധനം നമ്മൾ കുക്കറിൽ തന്നെ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എളുപ്പം നമ്മുടെ പരിപാടി കഴിയും. നമ്മുടെ കപ്പ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കണം. അപ്പോൾ നമ്മളൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു പച്ചമുളകും, ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും കറിവേപ്പിലയും, പിന്നെ നമ്മുടെ ജീരകം, ഇത്ര സാധനമാണ്. അപ്പോൾ ഇതുണ്ടല്ലോ നമ്മൾ മിക്സിയിൽ ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്, ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തേച്ചാൽ മതി. ഒരുപാട് അരഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് മാറിപ്പോകും. അപ്പോൾ അതൊന്ന് നമുക്ക് മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ തേങ്ങ ഉണ്ടല്ലോ അതിൻ്റെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പയെല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതാണ് ഇനി നമ്മൾ ഉപ്പ് കൂടെ ചേർത്തെടുക്കാനായിട്ട്. നമ്മുടെ കപ്പയും പയറും ചക്കയും എല്ലാം കൂടെ വേവിച്ച് നമ്മൾ ഒരു ചട്ടിക്കകത്ത് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ നടുക്ക് ഒരു ചെറിയൊരു ഒന്ന് വകഞ്ഞ് മാറ്റിയിട്ട്, അപ്പോൾ നമ്മൾ ഉപ്പ് ഇപ്പോൾ ചേർത്തിട്ടില്ല. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ അരച്ച് വെച്ച തേങ്ങയും മറ്റ് സാധനങ്ങളെല്ലാം കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇപ്പം നമ്മളതെല്ലാം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് മൂടി വെക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാലോ, ഇതൊരു 2 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിലൊന്ന് ആവി കയറ്റിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കൊന്ന് 2 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ചിട്ട്. അപ്പോൾ നമ്മൾ 2 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ സ്റ്റൗവെല്ലാം ഓഫ് ചെയ്ത് നമ്മൾ ഇങ്ങെടുത്തു. എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ സംഭവം എല്ലാം റെഡി ആയിട്ടുണ്ട്, ആവിയൊക്കെ ആക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒരു സാധനം വേവിച്ചപ്പോഴും നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഉപ്പ് ചേർക്കുക. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കപ്പയൊക്കെ നല്ല പൊടിയാണ് നമുക്ക്. അപ്പോൾ ഇതുപോലെ തടിയുടെ ഒരു തവിയായിരിക്കും ഏറ്റവും ബെസ്റ്റ് നമുക്കിത് കുഴച്ചെടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴേ നമുക്ക് ഈ കപ്പയൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് അങ്ങ് കുഴയണം, എന്നാലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നുള്ളൂ. എന്നിട്ട് അത്യാവശ്യം കുഴഞ്ഞിട്ടുണ്ട്. പിന്നെ ഓരോ കപ്പ വേകുന്നതിൻ്റെ ഇതനുസരിച്ച് ഇരിക്കും. കപ്പയുടെ കാര്യം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ മേടിക്കുന്ന കപ്പയല്ലേ, അപ്പോൾ അതിൻ്റെതായ വ്യത്യാസം. പയറും നമ്മുടെ ചക്കയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കടുക് വറുത്ത് നമുക്ക് ചേർക്കണം, എന്നാലേ അതിൻ്റെ ആ ഒരു പൂർണ്ണമായ ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ നമ്മളിത് കടുക് വറക്കാനായിട്ട് നമ്മളുടെ സാധനങ്ങളൊക്കെ കടുക് ഒരു 1/4 ടീസ്പൂൺ, പിന്നെ ഒരു 3 വറ്റൽമുളക്,
പിന്നെ കറിവേപ്പില, കറിവേപ്പില, പിന്നെ നമ്മുടെ ഉള്ളി, ചെറിയ ഉള്ളി 2 എണ്ണം വട്ടത്തിലരിഞ്ഞ്. ചട്ടി അത്യാവശ്യം ചൂടായിട്ടുണ്ട്. നമുക്കിനി കടുക് വറുക്കാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണയാണ് നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ചട്ടി ചൂടായിരുന്നു. സ്റ്റവ് തീ ഒന്ന് കുറച്ച് വെക്കാം. ഇനിയിപ്പോൾ എണ്ണ ഒന്ന് ചൂടാകണം. എണ്ണ ചൂടായ ഉടനെ തന്നെ നമുക്ക് നമ്മുടെ കടുക് ഇട്ട് കൊടുക്കാവേ. കടുക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വറ്റൽ മുളകും ഉള്ളിയും കൂടി ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. വറ്റൽ മുളക് ഇടുമ്പോഴത്തേക്ക് നമ്മൾ രണ്ടായിട്ട് മുറിച്ച് വേണം ഇടാനായിട്ട്. മുളക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കുക. അതിന് ശേഷം വേണം നമുക്ക് കറിവേപ്പില ഏറ്റവും ലാസ്റ്റിൽ ചേർത്താൽ. കറിവേപ്പില ഇടുന്നതിന് മുമ്പായിട്ട് തന്നെ തീ ഓഫ് ചെയ്താലും കുഴപ്പമില്ല. കാരണം എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടിരിക്കട്ടെ. കാരണം തീ ഓഫ് ചെയ്തപ്പോൾ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതങ്ങോട്ട് ചേർത്ത് നമുക്ക് കൊടുക്കാം. ആ കടുക് വറുത്തോടെ ചേർക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഒരു രുചി കറക്റ്റ് ആകത്തുള്ളൂ. നമ്മൾ പണ്ട് നാട്ടിലൊക്കെ ഈ പുഴുക്കുണ്ടാക്കുമ്പം 8 അങ്ങാടി വെച്ചിട്ടാണ് പുഴുക്കുണ്ടാക്കുന്നത്. 8 സാധനം വെച്ചിട്ട്. പക്ഷെ ഇപ്പം നമ്മൾ ആ 3 സംഭവങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ തടിയുടെ തവിയൊക്കെ മാറ്റി നമുക്കിനി ഒന്ന് ഇളക്കി നമ്മുടെ സാധാ തവി വെച്ച് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് എടുക്കണം. എടുത്തിട്ട് വേണം നമുക്കിതിൻ്റെ രുചി എത്രത്തോളമായി എന്ന് നമുക്കൊന്നറിയണമല്ലോ. നമുക്കിതൊന്ന് ഇളക്കിയെന്ന് അത് വറുത്തപ്പോഴത്തേക്കാണ് അതിൻ്റെ ആ ഒരു മണവും. ഇത് നമുക്കുണ്ടല്ലോ നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ച് എളുപ്പ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുഴ. കുഴ, പുഴുക്ക്, അസ്ത്രം എന്നൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാ ചേരുവകളും വേണം. ഇപ്പം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് എളുപ്പം ഒരു എന്താ പറയുന്നത് 4 മണിക്കൊക്കെ വേണമെങ്കിൽ പിള്ളേർക്ക് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ജങ്ക് ഫുഡ് ഒന്നും അല്ല. ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാം. അങ്ങനെ നമുക്ക് എന്ത് വേണേലും എപ്പോൾ വേണേലും കഴിക്കാൻ പറ്റുന്ന ഒരു. ചില സ്ഥലങ്ങളിലൊക്കെ ഇത് കുറച്ചുകൂടെ വെള്ളമായിട്ട് എടുക്കുന്നത്. ഇതുണ്ടല്ലോ വേറെ ഇതിനകത്ത് നമ്മൾ യാതൊരുവിധ ഇതൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് നല്ല ഹെൽത്തിയാണ് സംഭവം. ഈ വൻപയർ എന്നൊക്കെ പറയുന്നത് നല്ല പ്രോട്ടീനും അതും ഇതൊക്കെ നമ്മൾ എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുക്കറിൽ വെച്ചത്. ഉരുളിക്കകത്തൊക്കെ വെക്കുന്നതാണ് അതിന്റെ സ്വാഭാവികമായ രീതി. ഇപ്പം നമുക്ക് എളുപ്പം പെട്ടെന്ന് നമ്മുടെ പരിപാടിയും കഴിഞ്ഞ് അധികം നേരെ നോക്കിയിരിക്കണല്ലോ. അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് കുറച്ചെടുക്കുക. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ നോക്കിയപ്പോഴത്തേക്ക് അത്രയ്ക്ക് വെന്തെന്ന് തോന്നിയില്ലായിരുന്നു. പക്ഷെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വായി വെച്ച് തിന്നാതെ നമ്മൾ ആ കടുക് വറുത്ത മുളകൊക്കെ ഇല്ല, കടുക് വറുത്തോടെ ഇട്ടപ്പോഴാണ് സെറ്റ് കടിച്ച്. വേണമെങ്കിൽ ഇതിന്റെ കൂടെ ഒരു മുളക് ചമ്മന്തി വേണമെങ്കിൽ ഉണ്ടാക്കാം. പക്ഷെ ഒന്നും ഇല്ലെങ്കിലും നമുക്കിത് ഒരു സൈഡ് ഡിഷ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മുടെ പരിമിതമായ സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കിയ ഒരു അല്ല കുഴ, പുഴുക്ക്, ചക്കപ്പുഴുക്ക്, ചക്കപ്പുഴുക്ക്, കപ്പപ്പുഴുക്ക്, ഏത് പേര് വേണമെങ്കിലും പറയാം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും ഈ സംഭവം. ഇത്രേ ഉള്ളൂ കാര്യം. ഇച്ചിരി വൻപയറും കപ്പയും ചക്കയും. ഇതിന്റെ കൂട്ടത്തിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങളുടെ കുഴയുന്ന സാധനങ്ങളുണ്ടെങ്കിൽ അതുകൂടെ ചേർക്കുക. ചേമ്പോ ചേനയോ അങ്ങനെ എന്ത് സാധനമാണ് ചേർക്കാം. അപ്പോൾ ഒരു സംഭവം നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പം പിന്നെ കുറച്ച് മീൻകറിയും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും സംഭവം കോമ്പിനേഷൻ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്ക്. നമുക്ക് കൈ കിട്ടുന്ന എന്ത് സാധനമാണോ അത് വെച്ച് ചെയ്ത് നോക്കിയത് സംഭവം ടേസ്റ്റാണ്. നമ്മളതിന് ചേർത്ത് അരപ്പൊക്കെ ഉണ്ടല്ലോ, ആ മുളക് പൊടിയും മറ്റേ തേങ്ങയും ഒക്കെ കൂടെ ഒന്ന് ചേർത്ത് ഒന്ന് താളിച്ചെടുത്ത് കഴിഞ്ഞാൽ സംഭവം കിടിലം. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഒന്ന് ഷെയറൊക്കെ ചെയ്ത് എല്ലാവരും ഒന്ന് കൂടാം. അപ്പോൾ നമുക്ക് അടുത്ത വ്യത്യസ്തമായ വേറെ റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.
cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.